നമസ്തേ. ഓഗസ്റ്റ് മാസം 22-ാം തീയതി ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ 4. രാഹുവിനെ കാണിക്കുന്ന നമ്പറാണ്. രാഹുവിൻ്റെ പ്രബല ഭാവമാണ് 22. നിങ്ങൾ കർമ്മകുശലർ എന്ന് പറയാം. ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ഭാഗ്യശാലികളാണ്. രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും മതപരമായിട്ടും ഉള്ള കാര്യങ്ങൾക്ക് ഏർപ്പെട്ടാൽ പ്രസിദ്ധി കിട്ടും. കൂടുതൽ ശ്രദ്ധിച്ചാൽ സുപ്രസിദ്ധി നേടുകയും ചെയ്യാം. നിങ്ങൾ നല്ല ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ട് കൂട്ടുകാരെയൊക്കെ സെലക്ട് ചെയ്യുന്നതും വളരെ സൂക്ഷിച്ചേ ചെയ്യുള്ളൂ. ബുദ്ധിയേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ അന്തസ്സുള്ളവരാണ്, അഭിമാനികളാണ്. മറ്റുള്ളവരെക്കാളും അല്പം അഭിമാനം ഉള്ളവരാണ്. നിങ്ങളുടെ റോയൽറ്റി വിട്ട് നിങ്ങൾ അങ്ങ് കളിക്കത്തില്ല. റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോരോ കുടുംബ മഹിമയുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല. കുടുംബ മഹിമയില്ലാത്തവരും ഉണ്ടല്ലോ. ഇടക്കാലം കൊണ്ട് സമ്പത്ത് നേടിക്കഴിഞ്ഞാൽ എല്ലാം നേടിയെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒക്കെ അത്ര മഹിമയെന്ന് പറയാൻ പറ്റത്തില്ല. ആരും കുറ്റപ്പെടുത്തില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന കഥാപാത്രങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യില്ല. കാരണം 22 നിങ്ങൾക്കറിയാം ഹൗ ടു പ്ലേ എന്നുള്ള കാര്യങ്ങളറിയാം. നിങ്ങളുടെ വിധിസംഖ്യ, അതായത് ജനിച്ച ഡേറ്റും മാസവും വർഷവും കൂടി കൂട്ടുമ്പോൾ 22 കിട്ടുന്നതെങ്കിൽ, ആർക്കായാലും അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ ജനനശേഷം കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. സമ്പത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത് ആരുടെ ആയാലും ശരി, സമ്പത്തൊക്കെ കൈകാര്യം ചെയ്യും. പിന്നെ അതിനകത്തുള്ള ചെറിയ ദൂഷ്യം, ചില സമയങ്ങളിൽ കുറുക്കുവഴി സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഷോർട്ട് കട്ട്, ഹൗ ടു മേക്ക് മോർ മണി എന്നുള്ള ചിന്ത ചില സമയങ്ങളിലുണ്ടാകും. എന്നാൽ അത് നിങ്ങളെ പൊതുവെ പിൻവലിപ്പിക്കുകയും ചെയ്യും. ഇനി അഥവാ അങ്ങനെ ചെയ്താൽ വളരെ ദൂഷ്യം ചെയ്യും. നിങ്ങളുടെ ജോലി സംബന്ധമാണെങ്കിൽ ജോലി നഷ്ടപ്പെടാം. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സൊക്കെ നഷ്ടപ്പെടും. ടോട്ടലി ആ പബ്ലിക് ഇമേജ് നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളങ്ങനെ പോകാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, നമ്മുടെ സമൂഹത്തിൽ കാണത്തില്ലേ, വാർത്തകളിൽ കാണാമല്ലോ. ഈ യൂട്യൂബ് ചെയ്യുന്നത് എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടല്ല. ചില വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ളതല്ല ഇത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന സംഖ്യാ ജ്യോതിഷ ശാസ്ത്രമാണ്. ഭാരതത്തിലാണ് അതിൻ്റെ ഉറവിടം. മറ്റുള്ള രാജ്യങ്ങളിലും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതിനെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ദൃഢമായ ചില വിശ്വാസങ്ങളും മതവിശ്വാസങ്ങളുമൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത്. ലോകത്തിലുള്ള ധാരാളം അറിവില്ലാത്ത പല കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് വീണ്ടും പറയുന്നു. നിങ്ങളുടെ നാമസംഖ്യ, പേരിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഓരോ ലെറ്റേഴ്സിനും ഓരോരോ വാല്യൂ ഉണ്ടല്ലോ. നാമസംഖ്യ 22 വന്നാൽ മദ്യത്തിനോട് താല്പര്യം കൂടും. ഈ ചീട്ടുകളി, ചൂതുകളി, ഗാംബ്ലിങ്ങിനോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാവും. നാമസംഖ്യയാണ്. നിങ്ങളുടെ പേരിൽ ഇപ്പോൾ എന്താണോ ആ പേരിനത്തെ ന്യൂമറിക്കൽ വാല്യൂ നിങ്ങൾ കണക്ക് കൂട്ടണം. 22 ലെറ്റേഴ്സ് ഉണ്ടെങ്കിലും അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഗാംബ്ലിങ്ങിനോട് താല്പര്യം വർദ്ധിക്കുകയും അതും ഒരു വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ബേസിക്കലി നിങ്ങൾക്ക് ഈ പന്തയം മത്സരങ്ങളിലൂടെയൊക്കെ അപ്രതീക്ഷിതമായിട്ട് സമ്പത്ത് കിട്ടാനും ഉള്ള യോഗമുള്ളവരാണ്. സിംഹികേയൻ എന്ന ഒരു അസുരൻ ആണല്ലോ ഈ രാഹു എന്ന ഹൈന്ദവ പുരാണത്തിലെ കഥാപാത്രം. മഹാവിഷ്ണുവിൻ്റെ അടുത്ത് മോഹിനിയായിട്ട് വേഷം കൊണ്ടപ്പോൾ അവിടെ നിന്നും അമൃത് അടിച്ചെടുത്ത ബുദ്ധിമാനാണ്. അതേ ബുദ്ധി നമ്മൾ ഈ നമ്പറിലും ഈ പുരാണങ്ങളിലെ കഥകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നതും ലിങ്ക് ചെയ്യുന്നതും കഥകളിലൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കൂട്ടുകെട്ട് നിങ്ങൾക്ക് അമിതമായിട്ടുണ്ടാകത്തില്ല. ലിമിറ്റ് ചെയ്തിട്ടുള്ള കൂട്ടുകെട്ടേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2024 നിങ്ങൾക്കൊരു വസ്തു മേടിക്കാനുള്ള യോഗം കിടപ്പുണ്ട്. എല്ലാ ആൾക്കാർക്കും അല്ല കേട്ടോ. ഈ 10-12 വയസ്സുള്ള പിള്ളേരുടെ കാര്യമല്ല. നിങ്ങൾ അല്പം സമ്പത്തൊക്കെയുള്ള ആളാണെങ്കിൽ ഒരുപക്ഷെ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ പോലും ഒരു വസ്തു മേടിക്കാനുള്ള യോഗമുണ്ട്. താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും.
അത് ചിലപ്പോൾ ഔദ്യോഗികമായിട്ട് ജോലി സംബന്ധമുള്ള കാര്യമായിട്ടായാലും അതെ, ജോലി ട്രാൻസ്ഫറൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ ഫ്ലാറ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു നല്ല അവസരമാണ് ഇനി ഈ ഡിസംബർ മാസം 31-ാം തീയതി വരെ. അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡയറക്ഷൻ തെക്ക് വശമാണ്. തെക്കിൽ നിന്നാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എനർജി ലഭിക്കുന്നത്. അതുകൊണ്ട് ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നവർ തെക്ക് വശത്തേക്ക് നോക്കി ഒന്ന് നിങ്ങളുടെ ദേവതയെ ഒന്ന് പ്രാർത്ഥിക്കുക, ഇഷ്ടദേവതയെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.